ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ പിഞ്ചാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പ് വീഡിയോ അത് കാണാത്തിട്ടുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്കപ്പോൾ ഒരു ടാസ്ക്കൊക്കെ നമ്മുടെ രാജു വന്നിട്ടുണ്ട്. അപ്പോൾ രാജു നമുക്ക് തന്ന ടാസ്കില്ലേ, അത് നമുക്ക് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ്, അതിന് മുമ്പ് നമുക്ക് ഷിൻചാനും മിൻചാനോടൊന്നും പറയണം. ഷിൻചാനും മിൻചാനോടും നമ്മളിതുവരെ പറഞ്ഞിട്ടില്ല ഗൈസ്, പറയത്തുമില്ല. അപ്പോൾ ഗൈസ് നമുക്ക് കാര്യം ചെയ്യാം. ഷിൻചാനും മിൻചാനും നിങ്ങളൊരു കാര്യം ചെയ്തേക്ക്, കുറച്ചെല്ലാം ടി വി ആണ്. ഞാൻ അസമയത്ത് വരെ ഇങ്ങോട്ട് വരാം. അണ്ണ മൊക്കോ, ഞങ്ങൾ ടി വി കണ്ട് രസിച്ചോളാം. ഹരി എന്തേലും കോപ്പ് കാണിക്കും. എന്തിനാട്ടെ. അപ്പോൾ ഗൈസ്, അവരുടെ ടി വി ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യും ഗൈസ്. വേറെ വീട്ടിലേക്ക് നമ്മുടെ രാജുവിൻ്റെ ടീം പോകാം ഗൈസ്. കാരണം അത് ഏത് വണ്ടിയാണെന്ന് നമുക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ പോണത്. കാരണം രാജുവാണ് നമുക്ക് ടാസ്ക് തന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം എൻ്റെ ഒരു പഴയൊരു ഫ്രണ്ടാണ് രാജു. അതൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തതാണെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മളാണെങ്കിൽ നേരെ രാജുവിൻ്റെ ടീം പോകുന്നുണ്ട് ഗൈസ്. കാരണം അതേത് വണ്ടിയാണെന്ന് നമുക്കറിയത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ രാജുവിൻ്റെ ടീം പോണത്. കാരണം അവനാണ് എനിക്ക് ടാസ്ക് തന്നത്. അപ്പോൾ അവനെന്തായാലും അറിയാമായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മളെന്തായാലും നേരെ പോവാണ് ഗൈസ്. അപ്പവും ദോശയൊന്നുമല്ല, ഞാൻ അപ്പം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഗൈസ്, നമ്മളപ്പോൾ നേരെ എത്തിയേക്കാണ്. ഇനിയിപ്പം നമുക്ക് അവനെ കണ്ടുപിടിക്കണ്ടേ. എന്തിനാട്ടെ, നമുക്കപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്കപ്പോൾ നേരെ അവൻ്റെ വീട്ടിലേക്ക് കയറാം. അവൻ്റെ വീട് എവിടെയാ? ഇത് തന്നെ അല്ലേ. നമുക്ക് ഒന്ന് പുറത്ത് പോയി നോക്കിയാൽ ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, രാജുവിനെ വിളിക്കാം ഗൈസ്. രാജു ഗൈസ്, ഇവനോടെ പോയി ഗൈസ്. ഇവനെ സാധാരണ വിളിക്കുമ്പോൾ വിളി കേൾക്കാറുള്ളതാണ്. ഇപ്പോൾ അവനെ കാണാനില്ല ഗൈസ്. അടുക്കളയിലുണ്ടാവും. എനിക്കാണ് പാചകം ഉണ്ടാക്കുമായിരിക്കും ഗൈസ്. ഇവിടെ ഇല്ല ഗൈസ്. ഇവനോട് പോയി നമുക്കൊന്ന് അപ്പുറത്തെ റൂമിൽ നോക്കി നോക്കാം ഗൈസ്. ചിലപ്പോൾ ബാൽക്കണിയിലുണ്ടാവും. ബാൽക്കണിയിൽ ഉണ്ടാവാതിരിക്കില്ല, കാരണം അവൻ ഇടയ്ക്കിടയ്ക്ക് ബാൽക്കണിയിലൊക്കെ പോകാറുണ്ട് ഗൈസ്. നമുക്കൊന്ന് ഇന്ന് നോക്കി നോക്കാം ഗൈസ്. ഇവിടെയും കാണുന്നില്ല ഗൈസ്. ഇനി കക്കൂസിലുണ്ടോ ദൈവത്തിനറിയാം. നമുക്കൊന്ന് നോക്കി നോക്കാം ഗൈസ്. ഇവിടെയും ഇല്ല. ഇവനോട് പോയി ഗൈസ്. അയ്യോ ഗൈസ്, ഇനി അവൻ നാട് വിട്ടോ. അവൻ്റെ ഒരു ഹയാബൂസൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ മേടിച്ചു കൊടുത്ത് തന്നെയാണ്. നമുക്ക് ഹയാബൂസ പുറത്തുണ്ടോ നോക്കി നോക്കാം ഗൈസ്. എന്നാലും ഇവന് ഇടയ്ക്ക് പോകാതിരിക്കുക. എങ്ങോട്ടും പോകത്തുന്നില്ല ഗൈസ്. ഇവിടെ അടുത്തുണ്ടാവും. നമുക്കൊന്ന് ഹയാബൂസ പറയുള്ളൂ നോക്കി നോക്കാം. ഇവിടെ ഹയാബൂസ ഉണ്ട്. അപ്പോൾ ഇവനുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഹയാബൂസ ഉണ്ടെങ്കിൽ ഇവനുണ്ടെന്ന് അർത്ഥം. കാരണം ഹയാബൂസ എടുത്താണ് സാധാരണ വീട്ടിൽ പോകാറ്. ഇത് മാത്രമേ അവന് വേണ്ടി. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, പുറത്തൊക്കെ നോക്കി നോക്കാം ഗൈസ്. പുറത്തല്ലാതെ വേറെ ഇവിടെ ഉണ്ടാവാൻ. നമുക്ക് ഇവിടെയൊക്കെ നോക്കി നോക്കാം ഗൈസ്. ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസും. പേടിച്ചിട്ടോ മോനെ. പിന്നെ നീ ഇപ്പോൾ നെട്ടിയല്ലോ. എന്തായാലും നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നിട്ട്? നീയല്ലേക്ക് മെസ്സേജ് ഇട്ട് ഇങ്ങോട്ട് വരാൻ. അത് ശരിയാണ്. ഞാനത് മണ്ടനാ. ഞാനിപ്പോൾ വന്നത് ഇങ്ങോട്ട് വണ്ടി അടിച്ച് മാറ്റാൻ വേണ്ടിയാണ്. വണ്ടിയോ? വണ്ടിയൊന്നും എനിക്ക് വിഷയമില്ല. ഏത് വണ്ടി ഞാൻ അടിച്ചു മാറ്റണ്ട? എടാ, എനിക്ക് പറ്റുമെങ്കിൽ ആ വണ്ടി അടിച്ചു മാറ്റിക്കോ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? എടാ, അതൊരു സൂപ്പർ കാറാ. സൂപ്പർ കാറോ സ്കൂപ്പർ കാറോ അതൊന്നും എനിക്ക് വിഷയമല്ല. ഏത് സൂപ്പർ കാറാത്? എടാ, മറ്റേ നീ ഡിസ്നിയിൽ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? ലൈറ്റ്നിങ് മെക്യൂവിൻ്റെ ഒരു കാർസ് എന്ന് പറഞ്ഞ സിനിമ. ആ വണ്ടിയാണ് നീ അടിച്ചു മാറ്റാൻ പോണത്. ആ വണ്ടിയോ? എൻ്റെ പൊന്നെ ഗൈസ്, എൻ്റെ ഫേവറേറ്റ് സിനിമകളിൽ ഒന്നാണ് ഗൈസ് ആ ഒരു കാർസ്. എനിക്കിഷ്ടമാണ്. അപ്പോൾ ആ വണ്ടിയാണ് ഞാൻ അടിച്ചു മാറ്റാൻ പോണത്. അതെ. പിന്നെ പോകുമ്പോൾ സൂക്ഷിക്കണം, അവിടെ ഗുണ്ടകളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ വിഷയമില്ല. പിന്നെ ഗുണ്ടകളാണെന്ന് പോലും. ഗുണ്ടകളൊന്നും എനിക്ക് വിഷയമില്ല ഗൈസ്. അപ്പോൾ ഗൈസ്, രാജു പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലാണ് ആ വണ്ടി ഉണ്ടാവുക. അപ്പോൾ അത് ഏത് വീടാന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും സാധാരണ വീട്ടിലൊന്നും ഉണ്ടാവില്ല ഗൈസ്. കാരണം അതൊരു സൂപ്പർ കാറാണ്. സാധാരണ വീട്ടിൽ വെച്ചിട്ട് അവർക്ക് എന്ത് കിട്ടാനാ? എന്തിനോട്ടെ. അപ്പോൾ ഗൈസ്, അത് മറ്റേ ലൈറ്റ്നിങ് മെക്യൂവിനാണ് ഗൈസ്. ആ വണ്ടിയാണ് നമ്മൾ അടിച്ചു മാറ്റാൻ പോണത്. എന്തിനോട്ടെ. എനിക്ക് ആ വണ്ടി ഓടിച്ചിട്ട് ശീലമില്ല ഗൈസ്. എനിക്കാകെ ഡിഫൻഡറും പിന്നെ ഇന്ത്യൻ കാർസ് ഓടിച്ച ശീലമുള്ളൂ ഗൈസ്. ഒരു മിനിറ്റ് ഗൈസ്. എന്തിനോട്ടെ. ഒരു മിനിറ്റ് ഗൈസ്, എനിക്കൊന്ന് മെസ്സേജ് വന്നൊരു മിനിറ്റ്. വണ്ടി എടുത്ത് ഗൈസ്, എനിക്ക് മെസ്സേജ് വന്നു ഗൈസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വെച്ചാൽ. ഗൈസ്, നമുക്ക് ഒന്ന് വണ്ടി എടുത്ത് നോക്കി നോക്കാം ഗൈസ്. അത് ആരുടെ മെസ്സേജൊന്നും അറിയത്തില്ല ഗൈസ്. ഇത് രാജുവിൻ്റെ മെസ്സേജ് ആണല്ലോ ഗൈസ്. ഇതെന്താ പറയണത്?
ഗോ ടു ലക്ഷറി ഹൗസ് ടു ഗെറ്റ് MC ക്വീൻ. ഓ ഗേസ്, അപ്പോൾ ലൈറ്റ്നിങ് ക്വീനുള്ളത് മറ്റേ ലക്ഷറി വീടാണ് ഗേസ്. ഓ എന്നാലും അത് ഏത് വീട് ഗേസ്? എനിക്കൊന്ന് മറ്റേ വെള്ള വീടാന്ന് തോന്നുന്നു. കാരണം ഒരു വെള്ള വീടുണ്ടാവില്ലേ അന്ന്, അന്ന് നമ്മൾ ഒരു താറടിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു താറൊക്കെ നമ്മൾ അന്ന് അടിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഇനി ആ വീടാണെന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ ആ വീടായിരിക്കും കേസ്. കാരണം അതല്ലാണ്ട് ഇവിടെ വേറെ ലക്ഷറി വീടും ഒന്നുമില്ല. എനിക്കൊന്ന് അതായിരിക്കും കേസ്, ആ ഒരു ലക്ഷറി വീട്. കാരണം കണ്ടില്ലേ, നല്ല നീളമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ഇതൊക്കെ ഉണ്ട്. നമുക്ക് തൽക്കാലം പറയും കുടിക്കും കേസ്. നമുക്ക് എൻട്രൻസ് വഴി കയറണ്ട, നമുക്ക് ബാക്ക് വഴി കറങ്ങി കയറാം. എൻട്രൻസിന് വയ്ക്കാനും എല്ലാവരും കാണുന്നുണ്ടാവും കേസ്. രാജു നേരത്തെ നമ്മളോട് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ ഫുൾ ഗുണ്ടകളാണെന്ന്. അവരൊക്കെ ഞാൻ അടിച്ചിട്ടോളാം യെസ്. നമ്മുടെ RPG ഒക്കെ കൈ പിടിക്കേണ്ടിയിരിക്കും കേസ്. കാരണം ഒരു ഫൈറ്റ് നടക്കുന്ന സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് നോക്കി നോക്കാം കേസ്. എനിക്കിവിടെ അകത്താരും കാണുന്നില്ല കേസ്. എനിക്ക് തോന്നുന്നില്ല എൻ്റെ മോളിൽ ഞാൻ തോന്നുന്നു കേസ്. നമുക്കൊന്ന് നോക്കി നോക്കാം കേസ്. ഓക്കെ, നമുക്കൊന്ന് നോക്കി നോക്കാം കേസ്. എനിക്ക് തോന്നുന്നു ഇതാന്ന് തോന്നുന്നു കേസ്, ഗുണ്ടകൾ. ആരാടാ നീ? സത്യം പറടാ, നീ മറ്റേ വണ്ടി അടിച്ച് മാറ്റാൻ വന്നതല്ലേ? ഞങ്ങൾക്കറിയാം. അല്ല, അതെങ്ങനെ നിങ്ങൾക്കറിയാം? ഞങ്ങൾ ഓല PP കാണിച്ച് പേടിപ്പിക്കാൻ വിചാരിച്ചത്. ഓല PP ഇതാ ഇന്ന പിടിച്ചോ? അയ്യോ, ഞങ്ങൾ ചത്ത്. എടാ നീ എന്തുകൂടെ കാണിച്ചത്? നീയാണല്ലോ ഇന്ന പിടിച്ചോ? അയ്യോ, എന്നെയും തീർത്ത്. അല്ല പിന്നെ ആൾ ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നേക്കാം. എന്തിനാട്ടെ കേസ്? ഇവരൊക്കെ അടിച്ചിട്ട് നമുക്ക് എത്ര പെട്ടെന്ന് വണ്ടി എടുത്ത് സ്ഥലം വിടാം കേസ്. അല്ലാണ്ട് ഇവിടെ വെച്ച് ചിലപ്പോൾ കൂടുതൽ ഗുണ്ടകളായാലും ചാൻസ് ഉണ്ട് കേസ്. നമുക്കപ്പോൾ നേരെ പോകാം കേസ്. എൻ്റെ പൊന്നട കേസ്, ആ വണ്ടി എൻ്റെ ഒന്നെ. ഈ വണ്ടി ഓടിക്കണമെന്ന് കുറേ കാലത്തെ വിചാരിച്ചതിന് ശേഷം അവസാനം അത് നടത്തിയിരിക്കുകയാണ് കേസ്. ഈ വണ്ടി ഇനി നമ്മുടെയാണ്. എല്ലാവരും ആഘോഷിക്കാൻ പോവാണ് കേസ്. കാരണം ഈ വണ്ടി നമ്മളടിച്ച് മാറ്റിയിരിക്കുന്നു. ഇനി ഈ വണ്ടി നമ്മുടെയാണ് കേസ്. നമുക്കപ്പം നേരില്ലേ ഷിൻചാനും മിൻചാനും ഇത് കാണിച്ചു കൊടുക്കാം കേസ്. കാരണം അവരുടെ ഫേവറേറ്റ് വണ്ടിയാണത്. എൻ്റെയും ഫേവറേറ്റ് വണ്ടി തന്നെയാണത്. അവർ കുറേ ദിവസമായി ചോദിക്കുന്നത് ലൈറ്റ്നിങ് മിക്കുവിനെ കാണണം, ലൈറ്റ്നിങ് മിക്കുവിനെ കാണണം. ഇന്ന് ആ ഒരു സ്വപ്നം അവർക്ക് വേണ്ടി പിന്നെ എനിക്ക് വേണ്ടിയും ഞാൻ നിറവേറ്റാൻ പോവുകയാണ് കേസ്. അപ്പോൾ കേസ് അവർ അത്ഭുതപ്പെടും കേസ്. ഈ വണ്ടി കണ്ടിട്ട് ഞെട്ടിത്തെറിക്കും. കാരണം അത്രയും കിടുക്കാച്ച വണ്ടിയാണ് കേസ്. നമുക്കപ്പോൾ വണ്ടി ഇവിടെ സ്ഥലത്ത് വെച്ച് ഒതുക്കാം കേസ്. ഓക്കെ കേസ്, നമ്മളാണെങ്കിൽ വണ്ടി കൂടെ വെച്ച് ഒതുക്കിയിരുന്നു. ഓക്കെ, ഷിൻചാനെ മിൻചാനെ വിളിക്കാം. ഷിൻചാനെ ആ അണ്ണ അതാ വരുന്നു. ഓ അണ്ണ, ഇത് മറ്റേ വണ്ടിയില്ലേ, MC മിക്വീൻ. അതന്നെ. MC മിക്വീന്? അതെ, MC ക്വീൻ അതന്നെ. വേഗം വാ വണ്ടിയിൽ, നമുക്കൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. ഞങ്ങളും ഉണ്ട് വണ്ടിയിൽ. എന്നെ നോക്കിക്കാതെ കയറ്. ഓ നല്ല രസമുണ്ടല്ലേ നമ്മൾ ഇതിനകത്ത് കയറിയിരിക്കാൻ. സത്യം. പിന്നെ ഒന്ന് നോക്കിയൊക്കെ ഇരിക്കട്ടെ. ഇത് 1 സീറ്റുള്ള വണ്ടിയാണ്. ഓ അതൊന്നും വിഷയമില്ലാണ്. ഗൈസ്, അപ്പോൾ ഈ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ പറയുക. നമുക്ക് ചിലപ്പോൾ നോക്കി നോക്കാം. അതെ ഗൈസ്, അപ്പം എനിക്കും ഷിൻചാനും ബിൻചാനും ഈ വണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.